ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഫസ്റ്റ് ആൻഡ് ഓഫ് ദി സം ഷോർട്ട് ട്രിക്ക് മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാനാണ്. ഇത് ഞാൻ എങ്ങനെയാണ് സോൾവ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം എക്സ്പ്ലനേഷൻ തരാം, എന്നിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം എങ്ങനെയാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എക്സാം ടൈമിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന്. ഇൻ ദിസ് വേ യു ഹാവ് ടു അപ്രോച്ച് ദിസ് ക്വസ്റ്റ്യൻ അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ തുടങ്ങുന്നതിൽ ഇത് മാത്രം എക്സ്പ്ലനേഷൻ തരാം. എക്സ്പ്ലനേഷൻ തരുമ്പോൾ സമയം എടുക്കും. അത് നിങ്ങൾ സമയം എടുത്ത് എക്സ്പ്ലനേഷൻ തന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. എസ് പി തന്നിട്ടുണ്ട്, ലോസ് പെർസെൻറ്റേജ് എന്നിട്ട് സി പി കണ്ടുപിടിക്കണം. ലോസ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു 1/2%. ഇതിന് 25 12 into 2 34 plus 1 25 25/2 100 is 1/8. ഇതിനെ ലോസ് ആയിട്ട് എടുക്കണം, ഇതിനെ സി പി ആയിട്ട് എടുക്കണം. ഏറ്റവും അടിവാരൻ്റെ സി പി ആയിരിക്കും. ഇത് ലോസ് പെർസെൻറ്റേജ് ആയതുകൊണ്ടാണ് ഇതിന് ലോസ് ആയി എടുക്കാറ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആയി പ്രോഫിറ്റ് ആയി എടുക്കണം. ഇവിടെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ലോസ് പെർസെൻറ്റേജ് ആണ്, അതിനാണ് ലോസ് ആയിട്ട് എടുത്താൽ മതി. L is equal to 1 unit, 8 is equal to CP is equal to 8 units. SP കണ്ടുപിടിക്കണം. 8 unit minus 1 unit. CP minus loss ആണ് SP 7 unit. SPയുടെ ആക്ച്വൽ വാല്യൂ ഉണ്ട്. ആക്ച്വലി 770. അതാണെങ്കിൽ 1 യൂണിറ്റ് എത്ര? 110. അതാണെങ്കിൽ 8 യൂണിറ്റ് ആണ് കോസ്റ്റ് പ്രൈസ്. ഇതിനകത്ത് 880. ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ. എക്സാം ടൈമിൽ എങ്ങനെ സോൾവ് ചെയ്യണം പറഞ്ഞാൽ ആദ്യം തന്നെ 1/2%-നെ 1/8 ആയിട്ട് എടുക്കണം. 25/200 is equal to 1/8. 1/8 ആയിട്ട് എടുക്കണം. എന്നിട്ട് 1നെ ലോസ് ആയിട്ട് 8നെ സി പി ആയിട്ട് എടുക്കണം. ലോസ് പെർസെൻറ്റേജ് ആണ് 1/8. അതുകൊണ്ട് 1നെ ലോസ് ആയിട്ട് 8നെ സി പി ചെയ്യണം. അപ്പം അടിവാരൻ്റെ സി പി തന്നെ ആയിരിക്കും. പിന്നെ സെല്ലിംഗ് പ്രൈസ് ഇവിടെ നമുക്ക് ആക്ച്വൽ വാല്യൂ ആണ്, അസ്യൂംഡ് വാല്യൂ കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ. അസ്യൂംഡ് വാല്യൂ കണ്ടുപിടിച്ച് കോസ്റ്റ് പ്രൈസ് മൈനസ് ലോസ് ആണ്. അതുകൊണ്ട് 8 മൈനസ് 1 യൂണിറ്റ് is equal to 7 യൂണിറ്റ് ആണ് സെല്ലിംഗ് പ്രൈസ്. 7 യൂണിറ്റ് is equal to 7 ആണ്. 1 യൂണിറ്റ് എത്ര? 110. 8 യൂണിറ്റ് എത്ര? 880. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. വളരെ എളുപ്പമാണ്. നോ പെൻ നോ പേപ്പർ മെത്തേഡ് മെത്തേഡാണിത്. ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. എന്നാലേ കോച്ചിങ് സെൻ്ററിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും പോകാൻ കഴിയാത്ത പിള്ളേർക്ക് എത്തുകയുള്ളൂ. ഞാൻ അവർക്കും കൂടി വേണ്ടിയാണ് ഫ്രണ്ട്സ് ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് റിക്വസ്റ്റ് ആണ്, മാക്സിമം ഷെയർ ചെയ്യണം. താങ്ക് യു.